സ്വർണം കട്ടത് ആരാണെന്ന് പിണറായിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ പോയി സോണിയയോട് ചോദിക്കുന്നു പറഞ്ഞു. സോണിയെക്കുറിച്ച് ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി പറയുന്നത് അവർ നിഷ്കളങ്കയാണ് എന്നുള്ളതാണ്. നിഷ്കളങ്കയാണെന്ന് മാത്രമല്ല, അവർ നിരപരാധിയാണ്. ഈ സ്വർണം കട്ട പ്രശ്നവും ഇടപാടുമായിട്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നില്ല. തനിക്ക് അവരോട് വലിയ ആദരവാണ്, ബഹുമാനമാണ്. ഇനി പറയാൻ വേറെ വാക്കുകളൊന്നുമില്ല. ഇന്ന് വരെ എം.എ. ബേബി ഒരു മാർക്സിസ്റ്റുകാരനെ കുറിച്ച് ഇത്രയും നല്ല വാക്ക് പരസ്യമായി പറഞ്ഞതായി ഞാനെന്നല്ല ആരും കേട്ടിട്ടില്ല. ഒരു മാർക്സിസ്റ്റ് നേതാവിനെ കുറിച്ചും പറയാത്ത വിധത്തിൽ അത്ര പ്രശംസകൾ ചൊരിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർണം കട്ടു എന്നുള്ള കാര്യം സത്യമാണ്, അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കട്ട സ്വർണത്തെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നടത്തുന്നതാകട്ടെ ഒരു പ്രത്യേക പോലീസ് സംഘവും അവരെ നിയന്ത്രിക്കുന്നത് കേരള ഹൈക്കോടതിയുമാണ്. കേരള ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർക്കും ഈ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനുമല്ലാതെ വേറെ ആർക്കും ഇപ്പോഴെന്താണ്, എവിടെയാണ് അന്വേഷണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല. മുഖ്യപ്രതിയാണ് പോറ്റി എന്ന കാര്യത്തിൽ തർക്കവുമില്ല, കാരണം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഈ പോറ്റിയെ അമ്പലത്തിൽ കൊണ്ടുവന്നത് ആരൊക്കെയാണ്? അമ്പലത്തിൽ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും പോറ്റി വരുന്നത് കെ.സി. വേണുഗോപാൽ മന്ത്രിയായിരിക്കുന്ന കാലത്താണ്. പക്ഷെ അതുകൊണ്ട് കെ.സി. വേണുഗോപാലാണ് കൊണ്ടുവരുന്നത് എന്നർത്ഥമാക്കുന്നില്ല. അതായത് കോൺഗ്രസ്സുകാർക്ക് നല്ല ബന്ധമുള്ള ഒരാളാണ് പോറ്റി എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ബാംഗ്ലൂർ, കർണാടകയിൽ പോറ്റിക്ക് അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുമായിട്ട് നല്ല ചങ്ങാത്തമുള്ള ഒരാളാണ്. അതിലും ഒരു തെറ്റില്ല, അദ്ദേഹത്തിന് അതാകാം. പക്ഷേ സ്വർണം കക്കുകയും കട്ട സ്വർണം ചാനലൈസ് ചെയ്യുകയും അത് പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുവന്ന് വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തത് ഇദ്ദേഹമാണ്. ഇത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരുപാട് വിഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധവും ഇദ്ദേഹത്തിനുണ്ട് എന്ന് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട്. സംശയത്തിൻ്റെ സ്റ്റേജാണ്, ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള പോറ്റിക്ക് സോണിയാഗാന്ധിയുമായിട്ട് ഗാഠബന്ധം എങ്ങനെ വന്നു എന്നൊരു ചോദ്യമുണ്ട്. എങ്ങനെയാണിത് സാധിക്കുക? കാരണം രണ്ട് തരത്തിലുള്ളതാണ്. സോണിയാഗാന്ധിയാണെങ്കിൽ ഇറ്റാലിയൻ കത്തോലിക്ക മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അവർക്ക് ശബരിമല ധർമ്മശാസ്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടെ വിശ്വാസം അനുസരിച്ച് ശബരിമല ധർമ്മശാസ്താവിനെ ദൈവമായിട്ട് അംഗീകരിക്കാനും ആദരിക്കാനും തൊഴാനും ഒന്നും സാധ്യമല്ല. അത് വേണ്ട, അവർക്കുടെ വിശ്വാസമാണ് അവർക്ക് പരമപ്രധാനം. പക്ഷെ അങ്ങനെ ഇരിക്കെ ശബരിമല സന്നിധാനത്തിൽ ഒരു ഉപശാന്തിയായി വന്ന് കീഴ്ശാന്തിയായി, സഹശാന്തിയായി, വെറും ശാന്തിയായി ഒക്കെ മാറിയ പോറ്റി എങ്ങനെയാണ് സോണിയയുടെ വീട്ടിൽ ഇത്രയേറെ സ്വാതന്ത്ര്യത്തോടു കൂടി അകത്ത് പ്രവേശിക്കാൻ കഴിയുന്ന ഒരാളായി മാറിയത്? അദ്ദേഹം ഒരു പ്രാവശ്യമല്ല, പല വട്ടം അവിടെ പോയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സോണിയയുടെ കൈ പിടിച്ച് ആ കയ്യിൽ കങ്കണം കെട്ടിക്കൊടുക്കത്തക്ക വിധത്തിലുള്ള സ്വാതന്ത്ര്യം ഇവർക്കുണ്ട്. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉള്ളതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. സോണിയ വളരെ റിസർവ്ഡായിട്ട് നിൽക്കുന്നൊരു സ്ത്രീയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെ വളരെ റിസർവ്ഡായിട്ട് പെരുമാറുന്ന സോണിയ ഇയാളുടെ അടുത്ത് മാത്രം ഇത്ര രീതിയിൽ എങ്ങനെ അടുപ്പം കാണിച്ചു? അയാൾക്ക് സ്വർണ്ണക്കള്ളക്കടത്തുണ്ടായിരുന്നു, അയാൾക്ക് വിഗ്രഹക്കടത്തുണ്ടായിരുന്നു. ഇവിടെയാണ് ബേബിക്ക് സംശയമില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് സംശയം വരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, സോണിയയുടെ ഇറ്റാലിയൻ കുടുംബത്തിന് വിഗ്രഹ കച്ചവടമുണ്ട്. പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഇന്ത്യയിൽ നിന്നല്ലാതെ വേറെ എങ്ങൊന്നും കിട്ടില്ലല്ലോ, പഴകിയ പഞ്ചലോഹ വിഗ്രഹങ്ങൾ. ആ പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ കട നടത്തുന്നത് സോണിയയുടെ ഒരു സഹോദരിയാണ്. ഇത്തരത്തിൽ ഒരു സംശയകരമായ പശ്ചാത്തലം ഉണ്ടായിരിക്കെ അന്വേഷണം പൂർത്തീകരിക്കാൻ ഇനിയും നാളുകളെടുക്കും, അന്വേഷണം എങ്ങും എത്താതിരിക്കുന്നൊരു സന്ദർഭത്തിൽ ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ചാടി കയറിയിട്ട് ഇവർ നിഷ്കളങ്കയാണ്, ഇവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയാൻ കാരണമെന്ത്? ഇതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും സുപ്രധാനമായ ചോദ്യം. ഈ കോൺഗ്രസിലേക്ക് ബേബി സഖാവിനെ ജ്ഞാനസ്നാനം അത് മാത്രമായിരിക്കുമോ?
അതോ രണ്ട് കത്തോലിക്കർ തമ്മിലുള്ള ഹൃദയബന്ധമാണോ അതിന് കാരണം? രണ്ടുപേരും ലത്തീൻ കത്തോലിക്കരാണ്. അപ്പോൾ ഒരു സ്വജാതി സ്നേഹമാണോ അതിന് കാരണം? ഇനി അഥവാ CPM-ൻ്റെ കഥ കഴിയുന്നൊരു കാലം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിലേക്ക് ഒരു കാലം അവിടെയും കിടക്കട്ടെ എന്ന് കരുതി പറഞ്ഞതാണോ? അതും അറിയില്ല. കാരണം ഇപ്പോൾ ക്യൂബയിൽ അദ്ദേഹത്തിന് പോകാൻ നിവൃത്തിയില്ല. ക്യൂബ ഏതാണ്ട് തകർന്നു കഴിഞ്ഞു. പിന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചൈനയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയില്ല. പിന്നെ എവിടെയാണ് ഇപ്പോൾ പിന്നെ വേറെ എങ്ങും ആകെ ഉള്ളത് ഇവിടെയാണ്. ഇവിടെയാണെങ്കിൽ ഒരു കാര്യമുള്ളത്, പിണറായി വിജയനെ അടുപ്പിക്കുന്നുമില്ല. എന്നാൽ പിന്നെ പിണറായിക്കിട്ടൊരു താങ്ങിയേക്കാം എന്ന് കൂടി കരുതിയിട്ടാണോ ഇങ്ങനെ ചെയ്തതെന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ്. അതെ. കാരണം അതായത് അന്വേഷണം കഴിയാത്ത ഒരു കേസിൽ ചാടിക്കേറി ഒരാൾ കുറ്റവിമുക്തനാണ്, നിഷ്കളങ്കനാണ് എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഒന്നുകിൽ അതും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അവരുടെ മുഖ്യ ശത്രു ആരാണ്? മുഖ്യ ശത്രു കോൺഗ്രസ്സാണ്. കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയാണ്, UDF ആണ്. LDFിൻ്റെ ക്യാപ്റ്റൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചു വീണ്ടും. അപ്പോൾ LDFിൻ്റെ ക്യാപ്റ്റനായിട്ട് പിണറായി വിജയൻ ഒരു യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുക. ആ പിണറായിയുടെ പക്ഷത്ത് നിൽക്കേണ്ട ഒരാൾ മറുപക്ഷത്തിന് എല്ലാ ന്യായീകരണവും മറുപക്ഷത്തിന് സഹായവും കൊടുക്കുന്നു എന്ന് വരുന്നത് എന്തിന്? അപ്പോൾ ബേബിയുടെ ലക്ഷ്യം എന്താണ്? ബേബിയുടെ ലക്ഷ്യം ഇതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം, കേരളത്തിൽ കോൺഗ്രസ്സിനെ അധികാരത്തിലെത്തിക്കുക എന്നല്ലേ. അതെ. അതിനുവേണ്ടിയല്ലേ സോണിയാഗാന്ധിയെ കുറ്റവിമുക്തമാക്കി കൊടുക്കുന്നത്. എന്തായാലും ശരിയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ഇഷ്യൂ ആണ്. അത് ചർച്ച ചെയ്യപ്പെടുകയാണ്. അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത് വരുന്നത്. അങ്ങനെ ഇത് വരുന്ന സമയത്താണ് ഒരാൾ അപ്പുറത്ത് നിന്ന് പറയാണ്, ഒരു കുഴപ്പമില്ല, സോണിയക്കിനകത്തൊരു പങ്കുമില്ല. അപ്പോൾ പിന്നെ ആർക്കാ പങ്ക് മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കല്ലേ? പങ്ക് മുഴുവൻ കടകംപള്ളി സുരേന്ദ്രനല്ലേ? പങ്ക് മുഴുവൻ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, അരുൺകുമാർ എന്ന ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ജയിലിൽ കിടന്ന പഴയ അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന കക്ഷി പത്മകുമാറിനല്ലേ? അപ്പോൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർക്കുമാണ് ഇതിനകത്ത് പങ്ക്, കോൺഗ്രസ്സുകാർക്ക് യാതൊരു പങ്കുമില്ല എന്ന ക്ലീൻ സർട്ടിഫിക്കറ്റ് പാർട്ടി സെക്രട്ടറി കൊടുത്തിരിക്കുന്നു, പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി കൊടുത്തിരിക്കുന്നു. പിണറായിക്കും ഗോവിന്ദനും എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളതെന്ന് അറിയാൻ നാട്ടുകാർക്ക് താല്പര്യമുണ്ട്. കാരണം ഇത് ഈ രണ്ട് തരത്തിലാണ്. പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സ്വർണ്ണക്കൊള്ളയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. കാരണം സോണിയയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ ഇത് സോണിയയ്ക്ക് കൂടിയ പങ്കുണ്ട്. കാരണം ഇവിടുന്ന് കട്ട സ്വർണം വിറ്റിട്ടുള്ളതും ആ സ്വർണം വിറ്റവർക്ക് അഭയസ്ഥാനം ഒരുക്കിയതും സോണിയാണെന്ന് പറയുന്നു. ഇവിടെ പറയുന്നു സോണിയ നിഷ്കളങ്കയാണെന്ന്. ഈ വൈരുദ്ധ്യമുണ്ട്. ഈ വൈരുദ്ധ്യം വരുമ്പോൾ അത് ആർക്ക് അനുകൂലം? അതിൻ്റെ ആനുകൂല്യം കിട്ടുന്ന ആർക്കാണ്? കോൺഗ്രസിനും UDFിനുമാണ്. അപ്പോൾ UDFിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബേബി എന്തിനിറങ്ങി? അതിൻ്റെ ലക്ഷ്യം ഒരു കാരണവശാലും LDFിനൊരു വിജയസാധ്യത ഉണ്ടാകാൻ പാടില്ല എന്ന് ബേബി കരുതുന്നതല്ലേ. അപ്പോൾ ഇത്തരം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയും പിണറായി വിജയനും മറുപടി പറയുക തന്നെ വേണം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒന്നും ചെയ്യേണ്ടതേ, നമ്മുടെ ലോഗോ ഉണ്ടല്ലോ, IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ നമ്മുടെ ചാനലിൻ്റെ ആ പ്രൊഫൈൽ തെളിഞ്ഞു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തി ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അത് നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും ഒന്നും അറിയത്തില്ല, അത് വന്നങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, അത് ചെയ്യണം. പിന്നെ നമ്മളൊരു ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട്, C4N C4N മലയാളം. ആ ചാനലും മറ്റാരും പറയാത്ത വാർത്തകൾ തന്നെയാണ് പറയുന്നത്. ഉറപ്പായും ആ ചാനൽ കൂടി C4N മലയാളം, ഒപ്പം ഇന്ത്യ ലൈവും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം.